സോറി, കുറച്ച് ലേറ്റായി പോയി. കുഴപ്പമില്ല. പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞാൽ അജിത് സാർ വിളിച്ചില്ല. എന്നെ വിളിച്ചിരുന്നു. പോവാം, ഞാൻ വണ്ടി എടുത്തു. ഉമ്മ, റാഫിക്കാനെ വിട്ട് ഇലക്ട്രിസിറ്റി ബില്ലടിച്ചിട്ടേ ബാക്കിയുള്ളത് വെച്ച് ശമ്പളം കൊടുത്തേക്കണേ. ഞങ്ങൾ ഈ കമ്പനികളൊക്കെ റിജക്റ്റ് ചെയ്ത് മാറ്റിയിടുന്ന ഡ്രസ്സുകൾ തൂക്കിയെടുത്ത് വെക്കുന്ന കച്ചവടക്കാരാണ്. ഈ ക്വാളിറ്റി ഡിസൈനൊന്നും ഞങ്ങൾ നോക്കാറിയില്ല. സത്യം പറഞ്ഞാൽ അല്പം കീറിയതാണെങ്കിലും ഞങ്ങൾ കണ്ണടക്കും. സാധനം എത്ര ഉണ്ടെങ്കിലും തൂക്കി നോക്കി ഒരു വില പറയും. സാധനം വിറ്റിട്ട് കാശും തരും. അതാണ് ഞങ്ങളുടെ ഒരു ലൈൻ. അല്ല സാറേ? ആമിര, അതെ, ഇങ്ങനൊരു സിറ്റുവേഷൻ വിഷമമുണ്ടാക്കുമെന്നറിയാം. ബട്ട് ആ നഷ്ടത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ഇതൊരു വഴിയാണ്. അതാണ് പിന്നെ. അപ്പൊ ഇതോടുകൂടെ അടച്ചുവിട്ടണമെന്നാണോ സാറേ? അതുമല്ല, കീറ തുണികളുടെ കൂട്ടത്തിൽ തൂക്കിക്കൊടുക്കാനാണോ എൻ്റെ വാപ്പി നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്? എനിക്കത് പറ്റൂല സാർ. അമര, അമര, താൻ ടെൻഷൻ അടിക്കാതെ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു എന്നൊരു തോന്നൽ. അങ്ങനെയൊന്നും ചിന്തിക്കലടോ. ചിന്തിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. അജിത് സാർ ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ ഒരു വഴി നോക്കിയെന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഓട്ടത്തിൻ്റെ ഇടയിൽ തളർന്നു പോകുന്നുള്ള പേടി കൂടി തുടങ്ങി. എന്നെ കൊണ്ടൊന്നും പറ്റാത്ത പോലെ എല്ലാം തടസ്സങ്ങളാ. എന്താ? ടയർ പഞ്ചറായി. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്കാണെങ്കിൽ ഒരുപാട് മുന്നോട്ടും പോകണം. തടസ്സങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് വരും. അതൊക്കെ ഇങ്ങനെ ഇറങ്ങി നേരിടണം. സെറ്റ്. നമുക്ക് നാരങ്ങളും കുടിച്ചാലോ? എന്നാ കഷ്ടപ്പെട്ട നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ കൂടെ നിൽക്കാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. വാപ്പി പറഞ്ഞതാ.
ആമിറ? അതെ. അയ്യോ എൻ്റെ കർത്താവേ, ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. എൻ്റെ പേര് വിൽസൺ സെബാസ്റ്റ്യൻ. തുണിക്കച്ചോടാ, ഇങ്ങനെയല്ല, ഇത്തിരി വലിയ സെറ്റപ്പാ. കൊച്ചി കമ്പനി സാമാനങ്ങളും എല്ലാം കൂടെ കൊടുത്ത് ഒഴിവാക്കുവാന്ന് പറയുന്നത് കേട്ടു. അതേക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. ഇല്ലല്ലോ, അങ്ങനെ ആരാ പറഞ്ഞത്? ആ, അല്ല, ഈ എന്തൊക്കെയോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടെന്നിങ്ങനെ. അതിപ്പോ ചെറിയ പ്രശ്നങ്ങളില്ലാതെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് പോകാൻ പറ്റുമോ സാർ? പറ്റത്തില്ലെന്നേ. അങ്ങനെ കേട്ടപ്പോൾ ഞാനൊന്ന് വന്ന് കാണാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. നമ്മൾ നേരിട്ടടിയിൽ ഇടയ്ക്ക് നിൽക്കുന്നവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. പിന്നെ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് ഓണറിനെ ചെന്ന് കണ്ടപ്പോൾ ഓണറിന് വാടകക്കാരനോട് സെന്റിമെന്റ്സ്, എന്നാ പിന്നെ വാടകക്കാരനെ കൂടെ ചേർത്തങ്ങ് സെറ്റിൽ ആവുമെന്ന് കരുതി, അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യം നമ്മുടെ ആണല്ലോ. അച്ചായ വിടുവോ? കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അച്ചായന് ഒരൊറ്റ വില പറയും. കൊച്ചിന് ഓക്കെ ആണെങ്കിൽ ഈ കമ്പനി സാമാനങ്ങൾ ജോലിക്കാരെ എല്ലാം കൂടെ അച്ചായൻ അങ്ങ് എടുക്കും. ഇല്ല സാർ, ഇത് വിൽക്കാൻ ഒരു ഐഡിയ ഇല്ല. നടത്തിക്കൊണ്ടുപോകാനാണ് തീരുമാനം. ഓ, ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ എങ്ങനാ? ചുമ്മാ ഈ ഏരിയ കണ്ടപ്പോൾ ഒരു സ്കോപ്പ് തോന്നി. ആ പോട്ടെ, ഇനിയിപ്പോ കൊച്ചിൻ്റെ ആഗ്രഹം പോലെ കർത്താവിൻ്റെ അനുഗ്രഹത്തിലെല്ലാം നന്നായിട്ട് നടക്കുന്നെങ്കിൽ അങ്ങ് നടന്നോട്ടെ. പിന്നൊരു കാര്യം, എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇത് കൊടുക്കണമെന്ന് തോന്നിയാ അച്ഛനെ വിളിക്കണം. ഇതങ്ങോട്ട് പിടിച്ചേ. ആ, എന്നാ പിന്നെ അമര, അത്ര കാര്യമായിട്ടുള്ള പൊള്ളലൊന്നും കാണില്ല. അത് തന്നെ മോളെ, ഒന്നും ഉണ്ടാവില്ല. മോള് വിഷമിക്കാണ്ട് നിൽക്ക്. എന്താ അമ്മ? നമ്മുടെ കമ്പനി വക്കീലേ, ആ പൊള്ളലേറ്റ ചേച്ചിക്ക് പരാതിയൊന്നുമില്ല. വേണമെങ്കിൽ അവര് എവിടെ വേണേലും വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പൊള്ളൽ എങ്ങനെയാ? അയ്യോ, ചെറിയൊരു പൊള്ളലേ ഉള്ളൂ. കോർട്ട് പരമായി നീങ്ങിയാ സമയം കുറച്ചെടുക്കും. അല്ല, അത് കളക്ടറിനെ നേരിട്ട് പോയി കണ്ടാലോ? ചിലപ്പോ നടന്നാലായി. എന്നാ വക്കീൽ എന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരണം. നോക്കട്ടെ. അല്ല, ഇനി അഥവാ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാടോ. ഓക്കെ. എൻ്റെ തെറ്റാണ്. ബഷീർക്ക പറഞ്ഞിരുന്നു എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണമെന്ന്. ഞാനതിന് വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. എല്ലാം അറിയാമെന്നുള്ള അഹങ്കാരമായിരുന്നു എനിക്കപ്പോൾ. എനിക്ക് വീടിൻ്റെയും ചെറിയ ചെറിയ കടകളുടെയും വർക്ക് ചെയ്തുള്ള പരിചയമുള്ളൂ. ഞാനതിലങ്ങ് ചെയ്തതാണ്. ഒരു കമ്പനി ആകുമ്പോൾ അതും ഇതൊക്കെ വേണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ വിളിച്ചിട്ടെന്തായി? കളക്ടറിനെ നേരിട്ട് പോയി കാണാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് വക്കീൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാലേ വേഗം തീർപ്പാക്കി നമുക്ക് നമ്മുടെ യൂണിറ്റ് തുറക്കാൻ പറ്റും. തെറ്റെൻ്റെ ഭാഗത്താണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം. ഞാളും വരാം. എന്താ? അല്ല സാർ, കാറിൻ്റെ ഡോറ് തുറക്കാൻ. ഡോറ് തുറക്കാൻ എനിക്ക് പറ്റില്ലേ? അതല്ല സാർ, സാറിനെ പോലുള്ള ഒരു കാറിൻ്റെ ഡോർ തുറക്കാൻ പോലും കെൽപ്പില്ലാത്ത കളക്ടറാണെന്ന് ഈ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ താൻ പറയിപ്പിക്കോ? സീരിയസ് ആവില്ല, ഞാൻ ചിരിച്ച് ചിരിച്ച് ഉഷാറായി നിൽക്ക്. ശരി ഓക്കെ സാർ. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. കുടിക്കാവേ. ഏത് സമയവും കരച്ചിലും പിടിച്ചിട്ടുമായിട്ട് ഒരു ജോലി കുടിക്കുന്നേ. എന്താ വന്ന്? സാറേ, വീടിനടുത്തൊരു വഴി ഉണ്ടായിരുന്നു, അതാരോ അടച്ചു. ആ, എവിടെ പോയിട്ട് ഒരു തീരുമാനമായില്ല. എവിടുന്നാ? കൊട്ടിയൂര് കടയിലും. കൂടെ ആരുമില്ലേ? ഭർത്താവുണ്ട്. എന്നിട്ടാടെ ദേ അവിടെ. ഓ ഇടോ, താന്ന് വന്നേ. സാർ. എന്താ സാറേ? ആ കൊച്ചിനെ വാങ്ങി പിടിക്കടോ. ആ ബാഗ് അങ്ങ് കൊടുത്തേക്ക്. ഇതൊക്കെ പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നിയമമൊന്നുമില്ല കേട്ടോ. ആ പേപ്പർ തന്നെ. സാർ, കുറച്ചധികം പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടം ഉണ്ടാവുക, അതെന്തിൻ്റെ പേരിലായാലും അതിനൊരു എക്സ്ക്യൂസും ഇല്ല. സാറേ, സാർ ഒരു എക്സ്ക്യൂസ് പറയല്ല. എല്ലാ സുരക്ഷയും നോക്കി വേണ്ട വിധം ചെയ്യണമെന്ന് വാപ്പിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നിട്ടത് ചെയ്തില്ലല്ലോ. അത് ഏൽപ്പിച്ചവർ കാര്യമായിട്ട് എടുത്തില്ല. ആ, അവിടെയും തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. ഓരോന്നും നോക്കി നോക്കി ചെയ്യിക്കണമായിരുന്നു. എന്നിട്ട് ബഷീർ എവിടെ? വാപ്പി മരിച്ചുപോയി സാർ. സോറി. വാപ്പിയുടെ സന്തോഷങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു സാർ. അതിനൊപ്പം ഞാനും കൂടി. പക്ഷെ പാതി വഴിക്ക് വാപ്പി പോയി. അതൊന്ന് പൂർത്തിയാക്കാൻ ഇറങ്ങിയതാ സാർ ഞങ്ങൾ. ഓരോരോ പ്രശ്നങ്ങൾ, അത് തരണം ചെയ്യാനുള്ള ഓട്ടങ്ങൾ. അതിൻ്റെ ഇടയിലാണ് സാർ എടുത്തേ പോലെ ഇതും. സാരില്ല, നമുക്ക് ശരിയാക്കാം. മോള് വിഷമിക്കണ്ട, ഇതൊക്കെ ഇവിടെ പതിവുള്ളതാ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റിൻ്റെ മെയിൻ്റനൻസ് ക്ലിയർ ചെയ്ത് ഇവിടെ ഓഫീസിൽ അറിയിക്കുക. അതിനുശേഷം ശരി സാർ, ഈടുന്ന ആൾ വന്ന് നോക്കി ക്ലിയർ ചെയ്തോളൂ. ഓക്കെ. ആ, ഒരു മിനിറ്റ്. ആ, ഹലോ. ആ മോളെ. ഒരു സാധനം ഇപ്പൊ അങ്ങോട്ട് ഏ, ഇങ്ങോട്ടോ? ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. എത്രയാ എമൗണ്ട്? അപ്പൂപ്പ. ഓ, അതൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. വെച്ചോ വെച്ചോ വെച്ചോ. ശരി. ആ, സോറി കൊച്ചുമോളാ, പിള്ളേർ ഓരോന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അതെന്താണെന്ന് ചോദിക്കാൻ പാടില്ല, അത് കുറ്റാ. നിങ്ങൾ ചെല്ലി, കാര്യങ്ങളൊക്കെ നേരെയാവട്ടെ. ശരി ശരി, നമുക്ക് ഉഷാറാക്കാം. ശരി സാർ. അല്ല, ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഓൺലൈൻ വഴി വിറ്റൂടെ? ഇപ്പം സാധാരണക്കാർ പോലും അവരുടെ ആവശ്യങ്ങൾ എന്തായാലും ഓൺലൈനിൽ ആശ്രയിക്കുന്നത്. നിങ്ങളുടെ വാപ്പയുടെ ഡിസൈൻസ് നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ വഴി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസുകാരുടെ കൈയും കാലും പിടിക്കാനോ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനോ ഒന്നിനും ഓടി നടക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അത്യാവശ്യം ഓൺലൈൻ പരിപാടികൾ അറിയുന്നവരുമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ സാർ. എനിക്കറിയാവുന്നൊരു ടീമുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനിക്കായി ഓഫീസിൽ അവരൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ബന്ധ മിടുക്കന്മാരാ.
ആ പിള്ളേരാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്നോളൂ. ഞാനും ഒന്ന് വിളിച്ച് പറയാം. എന്തേ? അല്ലെ ഈ ഫോണൊക്കെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാല്ലേ മോളെ. ഇത് വെച്ചുള്ള വല്ല ഐഡിയ ഉണ്ടോ ഇനി? ആ കണക്കൂട്ടി ഏതെങ്കിലും വഴികൾ അടഞ്ഞാ പുതിയൊരു വഴി തുറക്കണ്ടേ നമുക്ക്. അതൊക്കെ നമ്മൾ ചെയ്യും വാപ്പി. വാപ്പിക്ക് അറിയാം എന്റെ മോളതൊക്കെ ചെയ്യും. ആമിറ, അപ്പൊ ഈ ബ്രാൻഡിനെയാണ് നമുക്ക് ഓൺലൈനിലൂടെ സെല് ചെയ്യേണ്ടത് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് വെബ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ടാക്കണം അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ റെഫറൻസ് ഉണ്ടോ? അല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഐഡിയാസും കൂടെ പറയുവാണെങ്കിൽ നമുക്ക് അതും കൂടെ ഫോക്കസ് ചെയ്ത് ആപ്പ് ഡെവലപ്പ് ചെയ്യാലോ, അതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു സ്റ്റൈല് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റൈലിൽ ചെന്നിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്ത് ആ ട്രയൽ റൂമിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ആ വലിയ കണ്ണാടിയിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമറിന് കിട്ടണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പിടി കിട്ടിയാ? നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഫുൾ ക്ലിയർ ആണ്. നമ്മളിത് ചെയ്യുന്നു അല്ലേ? അതെ. ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ ഫസ്റ്റ് പ്രോജക്റ്റ്. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിലവിലുണ്ട്. ഒന്നിൻ്റെ ആക്യുറസി സെറ്റ് ആവത്തുണ്ട്, അത് വർക്കൗട്ട് ആയിട്ടില്ല. അത് നമുക്ക് ശരിയാക്കി എടുക്കാം, നോ ഇഷ്യൂ. അതിനുള്ള റീസൺ ഈ ഹ്യൂമൻ ബോഡി ടൈപ്പ് ആപ്പിൽ കൺസിഡർ ചെയ്യാത്തോണ്ടായിരിക്കും. മാക്സിമം ഡേറ്റ കളക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് തുടങ്ങിയ ഇഷ്യൂസ് വരാൻ ശരിയാണ്. നമുക്ക് ഉടനെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. അത് നമുക്ക് കോർഡിനേറ്റ് അത് ഞാൻ നോക്കാം. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അല്ല, നിങ്ങളുടെ ഈ എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടപ്പെട്ട ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഫ്രണ്ട്സ് ചേർന്ന് തുടങ്ങിയ കമ്പനിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതേ വേവ് ലെങ്ത്തിലുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ സന്തോഷമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്നും തരണ്ടെന്നല്ല, നമ്മളൊന്ന് ലെവലായിട്ട് നമുക്ക് റവന്യൂ ഷെയറിൽ വർക്ക് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. കുടിക്ക്. വന്നല്ല പൊതുപ്രവർത്തകൻ. റിയാസേ, സുഖല്ലടാ? അല്ല, അളിയപ്പത്തി. ആ, ഞാനിന്ന് രാവിലെ ലാൻഡ് ചെയ്തു. നിങ്ങളൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കുമല്ലോ. അപ്പൊ സാറിനെ നേരിട്ടൊന്ന് കാണാന്ന് കരുതി. അല്ലളിയാ, ഞാൻ നിത്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹാ, ആള് കാര്യങ്ങളെ പറഞ്ഞു. കുഴപ്പമില്ലടാ, ഒരു എത്തിയുമായ പെൺകുട്ടീനെ സഹായിക്കാനല്ലേ, നല്ല കാര്യം. എനക്ക് മനസ്സിലാവൂടോ. അതിന്റെ പിന്നിലൊരു കൂടെ ഉദ്ദേശമൊക്കെ ഉണ്ട് എന്റെ മോനിക്ക്. അങ്ങനല്ല, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഉള്ളിലുള്ള സ്നേഹം ആ കുട്ടിയോട് തുറന്നു പറയാൻ പോലും പറ്റിയിട്ടില്ല. കിഴങ്ങൻ പാപ്പയുടെ വിലകളെ എന്താ അളിയത്? അളിയാ, ഞാൻ 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 പോലെ ശരിയാവില്ല. ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? അളിയാ, ആമറ എനിക്കിഷ്ടമാണ്. അത് അവൾക്കും അറിയാം. അവളിൽ നിന്നൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ അവളോട് പറയുന്നില്ല അളിയാ. എനിക്കുള്ള ഇഷ്ടം ആമറയ്ക്ക് തോന്നിയിട്ട് ഇങ്ങോട്ട് പറയട്ടെ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. പടച്ചവനാണ്. അളിയാ, ആമിറ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ കൂടെയാണ് അളിയനെ കൂട്ടിയിരിക്കുന്നത്. അതിനപ്പുറം ഒരു ഉത്തരം അളിയൻ ഇനി പ്രതീക്ഷിക്കേണ്ട. എന്താണ് നാണ?